നിത്തൂസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വിദ്യാഭ്യാസ കമ്മീഷൻ സ്വാതന്ത്ര്യത്തിന് ശേഷം. വിദ്യാഭ്യാസ കമ്മീഷൻ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ളത് നമ്മുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഈ ടോപ്പിക്കിൽ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് ഒരു സെൻറ്റൻസ് ആണ്. ഒന്ന് ശ്രദ്ധിക്കാം. തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെടാനാവൂ. ഇതാരുടെ വാക്കുകളാണ്? ആർക്കെങ്കിലും അറിയുമോ? തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെടാനാവൂ. ഇതാരുടെ വാക്കുകളാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ, സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഒന്നാമത്തെ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഈ കമ്മീഷൻ രൂപീകരിച്ച വർഷം, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. വർഷം 1948. അതായത് നമ്മൾ ആ സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തിന്റെ നെക്സ്റ്റ് ഇയർ ഓർത്ത് വെച്ചോളൂ കേട്ടോ. 1948 രൂപീകരിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചത് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, നെക്സ്റ്റ് ഇയർ. അപ്പൊ ഏതാ ഇയർ? അത് 49 അല്ലെ? 1949 റിപ്പോർട്ട് സമർപ്പിച്ചു. രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. രൂപീകരിച്ചത് 1948, 1948. റിപ്പോർട്ട് സമർപ്പിച്ചത് നെക്സ്റ്റ് ഇയറിൽ 1949. ഇനി ഇപ്പോൾ ഈ പറഞ്ഞല്ലോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ. അപ്പോൾ സ്വതന്ത്ര എന്നുള്ള വേർഡ് ഇല്ല എങ്കിൽ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷൻ, ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാന്ന് ചോദിച്ചാൽ അത് ഹണ്ടർ കമ്മീഷൻ ആയിരുന്നു 1882. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇനി മറ്റൊരു പേരും കൂടിയുണ്ട്. രാധാകൃഷ്ണൻ കമ്മീഷന്റെ മറ്റൊരു പേരാണ് സർവകലാശാല കമ്മീഷൻ. സർവകലാശാല കമ്മീഷൻ. ഇനി ശുപാർശ നോക്കൂ. ഭാരതം ഒട്ടാകെയുള്ള സർവകലാശാലകളുടെ മേൽനോട്ടത്തിനും അവയുടെ പ്രവർത്തനത്തിനും ധനസഹായം നൽകാനും വേണ്ടി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. UGC രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. അത്രയും ഓർത്തു വെച്ചാൽ മതി. UGC രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഏത് കമ്മീഷനാണത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. പിന്നെന്താണ് അടുത്ത ശുപാർശ നോക്കാം. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. 12 വർഷത്തെ, എത്ര വർഷത്തെ? 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടി ഇതിൽ മനസ്സിലാക്കി വെക്കുക. ശാന്തിനികേതൻ, ജാമിയ മിലിയ എന്നീ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ. ജാമിയ മിലിയ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലി സഹോദരന്മാരായ അൻസാരി, സക്കീർ ഹുസൈൻ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഈ ജാമിയ മിലിയ എന്നൊക്കെ പറയണത്. ഓക്കെ. ശാന്തിനികേതൻ പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, രവീന്ദ്രനാഥ ടാഗോർ 1901 സ്ഥാപിച്ചതാണ് കേട്ടോ ശാന്തിനികേതൻ. അപ്പോൾ ഈ ശാന്തിനികേതൻ അല്ലെങ്കിൽ ജാമിയ മിലിയ എന്നീ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ, എങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളാണ്? റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഏത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ശുപാർശകൾ. ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ. രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പം ഞാൻ ഏറ്റവും ആദ്യം ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് ഓർക്കുന്നുണ്ടോ? അത് രാധാകൃഷ്ണന്റെ വാക്കുകളാണ് അല്ലേ? തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെടാനാവൂ. ആരുടെ വാക്കുകളാണത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്?
രാധാകൃഷ്ണൻ കമ്മീഷൻ. രൂപീകരിച്ച വർഷം ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ നെക്സ്റ്റ് ഇയർ ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. 1948, 1948. റിപ്പോർട്ട് സമർപ്പിച്ചത് പഠിക്കണം. അത് എന്നാണ്? രൂപീകരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ 1949. മറ്റൊരു പേരുണ്ടല്ലോ രാധാകൃഷ്ണൻ കമ്മീഷന്. അതെന്തായിരുന്നു? സർവകലാശാല കമ്മീഷൻ. സർവകലാശാല കമ്മീഷൻ. ഇനി ശുപാർശകൾ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? UGC. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. UGC രൂപീകരണം ശുപാർശ ചെയ്തു. അങ്ങനെ ഷോർട്ടാക്കിയിട്ട് ഓർത്ത് വെക്കുക. UGC രൂപീകരണം ശുപാർശ ചെയ്തു. UGC എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഇനി രണ്ടാമത്തെ ശുപാർശ ഓർക്കുന്നുണ്ടോ? 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം. പിന്നെന്താ? എന്തോ സർവകലാശാലകളെ മാതൃകയാക്കിയെന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏതൊക്കെ സർവകലാശാലയ്ക്ക് മാതൃകയാക്കിയിട്ട് റൂറൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞല്ലോ. അതേതൊക്കെയാണ്? ശാന്തിനികേതൻ, ജാമിയ മിലിയ എന്നീ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ. അതാണ് ഏത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. വർഷം 1948 നിയമിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചത് 1949. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാന്ന് നോക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളതാണ് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. അടുത്തത് മുതലിയാർ കമ്മീഷൻ. മറ്റൊരു പേരുണ്ട് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ. നിയമിച്ചത് 1952, 1952. റിപ്പോർട്ട് സമർപ്പിച്ചത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ 53 റിപ്പോർട്ട് സമർപ്പിച്ചത്. മുതലിയാർ കമ്മീഷൻ നിയമിച്ചത് 1952, റിപ്പോർട്ട് സമർപ്പിച്ചത് നെക്സ്റ്റ് ഇയറിൽ, അതായത് 1953. അപ്പോൾ നേരത്തെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ മറ്റൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? സർവകലാശാല കമ്മീഷൻ. അതേപോലെ മുതലിയാർ കമ്മീഷന്റെ മറ്റൊരു പേരെന്താ? സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യമുണ്ട്. നേരത്തെ പിന്നെ ഈ പേരിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ചെയർമാൻ ആരാന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞ കമ്മീഷനിൽ, അതായത് രാധാകൃഷ്ണൻ കമ്മീഷനിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അധ്യക്ഷൻ. അതുപോലെ മുതലിയാർ കമ്മീഷനിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാരാണ് അധ്യക്ഷൻ. അത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിലിനി ഓർത്ത് വയ്ക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയണത്. ഇതിൽ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശുപാർശയാണ് പറയുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുക. അപ്പം അതിനുവേണ്ടി ശുപാർശ ചെയ്തു. സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുക, അതൊരു ശുപാർശയാണ്. പിന്നെ കുറച്ച് സ്കൂളുകൾ സ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശുപാർശകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയുള്ള സ്കൂളാണ്? അത് ഒരുമിച്ച് ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. വിവിധോദ്ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കണം. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കണം. പിന്നെ പബ്ലിക് സ്കൂളുകൾ തുടരണം. പിന്നെ ഒരു പോയിന്റ് കൂടി ഓർത്ത് വയ്ക്കുക. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. മാത്രമല്ല അധ്യാപകരുടെ പെൻഷൻ പ്രായം 60 ആക്കണം. അപ്പൊ ഇത്രയും ഓർക്കുന്നില്ലേ ശുപാർശകൾ? ഇതിലെല്ലാം പറഞ്ഞത് സ്കൂളുകൾ രൂപീകരിക്കണം അല്ലേ? കൂടുതൽ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഓർത്ത് വെക്കാൻ ആ ഒരു ഓർഡറിൽ തന്നെ ഓർത്ത് വെച്ചോളൂ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുതലിയാർ കമ്മീഷനാണ്. വർഷം, നിയമിച്ച വർഷം 1952. റിപ്പോർട്ട് സമർപ്പിച്ചത് നെക്സ്റ്റ് ഇയർ, അടുത്ത ഇയർ അല്ലേ? അടുത്ത വർഷം. അതേതപ്പോൾ 1953, 1953. ശുപാർശകൾ, അതായത് കുറച്ചധികം സ്കൂളുകൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കോമൺ ആയിട്ട് ഓർത്ത് വയ്ക്കുക. അത് ഏതൊക്കെയാന്ന് പിന്നെ ഓർത്തെടുക്കുക. ഒന്നാമത്തെ ശുപാർശ എന്താ പറഞ്ഞത്? വിവിധോദ്ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കണം. പിന്നെ ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കണം. നെക്സ്റ്റ് പബ്ലിക് സ്കൂളുകൾ തുടരണം. ഓർക്കുന്നില്ലേ?
ഇനി അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. പിന്നെ എന്താ പറഞ്ഞേ, അധ്യാപകരുടെ പെൻഷൻ പ്രായം എത്രയാക്കണം എന്നാ പറഞ്ഞത്, 60 ആക്കണം. പിന്നെ ഈ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നാണല്ലോ മറ്റൊരു പേര്. അതുമായി ബന്ധപ്പെട്ട ശുപാർശ, സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുക, അതൊരു ശുപാർശയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുപാർശയുണ്ട്, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഏറ്റവും ആദ്യം പറയേണ്ടതാണ് അല്ലേ, ശ്രദ്ധിക്കുക. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. മുതലിയാർ എന്ന് പറയുമ്പോൾ ത്രിഭാഷ ഏറ്റവും ആദ്യം മനസ്സിൽ വരണം. ത്രിഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, മാതൃഭാഷ. അപ്പൊ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, മുതലിയാർ കമ്മീഷൻ അഥവാ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ 1952. പിന്നെ വിദ്യാലയങ്ങളിൽ മതപഠനം തികച്ചും വോളണ്ടറി അടിസ്ഥാനത്തിൽ, സ്വമേധയാ അല്ലെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം, അത് സ്കൂൾ പഠന സമയത്തിന് ശേഷമായിരിക്കണം എന്നും കൂടി ശുപാർശ ചെയ്തു. പിന്നെ 200 പ്രവൃത്തി ദിവസമൊക്കെ ഉറപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി ശുപാർശകള്. അപ്പോൾ അടുത്തേക്ക് കിടക്കാം അല്ലെ. ഇത് ഒന്നുകൂടി പറയണോ, ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറയാം. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ, മറ്റൊരു പേരെന്തായിരുന്നു, മുതലിയാർ കമ്മീഷൻ. അതുപോലെ തന്നെ ശുപാർശകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു, അതിപ്പോൾ പറഞ്ഞുള്ളൂ അല്ലെ. എന്തായിരുന്നു അത്, ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ. ത്രിഭാഷ ഇംഗ്ലീഷ്, ഹിന്ദി, മാതൃഭാഷ. പിന്നെ ഈ ഇതില് പ്രധാന ശുപാർശകളില് കുറെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഏതൊക്കെ വിദ്യാലയങ്ങളാണെന്ന് ഓർത്തെടുത്താൽ മതി. ഇപ്പൊ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. പിന്നെന്താ, റെസിഡൻഷ്യൽ സ്കൂൾ അല്ലെ, ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കണം. പിന്നെ പബ്ലിക് സ്കൂൾ തുടരണം. പിന്നെ സ്കൂളിന്റെ പ്രവൃത്തി ദിവസം എത്രയായിട്ട് ഉറപ്പാക്കണം എന്നാ പറഞ്ഞത്, 200 അല്ലെ, 200 പ്രവൃത്തി ദിവസം ഉറപ്പാക്കണം. പിന്നെ ഒരു അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അധ്യാപകരുടെ പെൻഷൻ പ്രായം എത്രയാക്കണം എന്നാണ് ശുപാർശ ചെയ്തത്, 60. അതുപോലെ വിദ്യാലയങ്ങളിൽ മതപഠനം തികച്ചും വോളണ്ടറി, സ്വമേധയ അല്ലെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം, അത് സ്കൂൾ പഠന സമയത്തിന് ശേഷമായിരിക്കണം. അപ്പൊ ഇത്രയാണ് ശുപാർശകൾ. അപ്പൊ മുതലിയാർ കമ്മീഷൻ, ത്രിഭാഷ പദ്ധതി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് ത്രിഭാഷ പദ്ധതി. ഇനി ഇതില് ഒരു പോയിന്റോട് പറഞ്ഞ് നമുക്ക് അടുത്തേക്ക് കിടക്കാം. ഇതിലൊരു പോയിന്റും കൂടി ഇനി ഓർത്ത് വെച്ചോളൂ. മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ബോധന രീതികളുണ്ട്. അതാണ് പ്രൊജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി. 2 രീതികൾ ഓർത്ത് വെക്കുക. മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വച്ച ബോധന രീതികളാണ് ഏത്, പ്രൊജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തേക്ക് കിടക്കാം അല്ലെ. അടുത്ത വിദ്യാഭ്യാസ കമ്മീഷൻ പറയുന്നതിനേക്കാൾ മുന്നേ ഞാനൊരു സെന്റൻസ് പറയാം, ശ്രദ്ധിച്ചോളൂ. അപ്പൊ അതിലൂടെ നിങ്ങൾ ഓർത്തെടുക്കുക അത് ഏത് കമ്മീഷനാണെന്ന്. പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരത് പറഞ്ഞത്, ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇതാരാ പറഞ്ഞത്, DS കോത്താരി അല്ലേ. അപ്പൊ ഇനി പറയാൻ പോണ കമ്മീഷൻ കോത്താരി കമ്മീഷൻ. വർഷം, അതായത് നിയമിച്ച ഈ കമ്മീഷനെ നിയമിച്ച വർഷം 1964, 1964. റിപ്പോർട്ട് സമർപ്പിച്ചത് നെക്സ്റ്റ് ഇയർ അല്ല, അതും ക്ലിയർ ആണേ, തെറ്റിക്കരുത്. അത് 66 ആണ്. നമ്മൾ രാധാകൃഷ്ണൻ കമ്മീഷന്റെ പറഞ്ഞ വർഷം, നിയമിച്ച വർഷം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വർഷം അല്ലേ, 1948. നിയമിച്ചത് നെക്സ്റ്റ് ഇയർ, റിപ്പോർട്ട് സമർപ്പിച്ചത് 1949. മുതലിയാർ കമ്മീഷനോ 1952 നിയമിച്ചു, റിപ്പോർട്ട് സമർപ്പിച്ചത് 1953. അതും നെക്സ്റ്റ് ഇയർ തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ കോത്താരി കമ്മീഷൻ അങ്ങനെയല്ല. 1964 നിയമിച്ചു, റിപ്പോർട്ട് സമർപ്പിച്ചത് 1966. റിപ്പോർട്ട് സമർപ്പിച്ചത് 1966. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നാണ് മറ്റൊരു പേര്, ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ. കോത്താരി കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനോ അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനോ, എങ്ങനെ വേണമെങ്കിലും ഓർത്ത് വെക്കുക.
അധ്യക്ഷൻ പിന്നെ ആരായിരിക്കും അറിയാലോ, DS കോത്താരി. ഇനി ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 66-ലാണെന്നൊക്കെ പറഞ്ഞുവല്ലോ അല്ലേ. അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ടിന് ഒരു പേര് നൽകിയിട്ടുണ്ടായിരുന്നു. അതാണ് എന്ത്? വിദ്യാഭ്യാസവും ദേശീയ വികസനവും. അതായത് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന് നൽകിയ പേരാണ് ഏത്? വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ഓർത്ത് വെക്കുക. ഇനി എന്താണ് ഇവിടുത്തെ ശുപാർശ എന്ന് നോക്കാം. 10 അതുപോലെ +2 പിന്നെ +3 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന ക്രമത്തിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏത്? കോത്താരി കമ്മീഷൻ. 10 +2 +3 10 +2 +3 എന്ന ക്രമത്തിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏത്? കോത്താരി കമ്മീഷൻ. ഇതിൽ ഇത്രയും ഓർത്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ മറ്റു ശുപാർശകളും കൂടി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശയാണ് ആദ്യം പറഞ്ഞത്. ഇനി മറ്റുള്ള ശുപാർശകൾ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഒന്ന് നോക്കാം. അതായത് വിദ്യാഭ്യാസത്തെ ഉൽപാദനവുമായി ബന്ധിപ്പിക്കുക. ഒന്നുമില്ല, പ്രവൃത്തി പരിചയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. വിദ്യാഭ്യാസത്തെ ഉൽപാദനവുമായി ബന്ധിപ്പിക്കുക, പ്രവൃത്തി പരിചയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. പിന്നെ വിദ്യാർത്ഥികളിലെ മൂല്യബോധം, ശരിയായ മനോഭാവങ്ങൾ, അടിസ്ഥാന നൈപുണികൾ എന്നിവ വികസിപ്പിക്കുക. ഇതൊക്കെ നിർദ്ദേശങ്ങളായിരുന്നു ഈ കമ്മിറ്റിയുടെ. പിന്നെ അതുപോലെ ശാസ്ത്ര സാങ്കേതിക പഠനത്തിലൂടെ ആധുനികവൽക്കരണം ഉറപ്പാക്കുക. എന്താണ്? ശാസ്ത്ര സാങ്കേതിക പഠനത്തിലൂടെ ആധുനികവൽക്കരണം ഉറപ്പാക്കുക. ഒരു പോയിന്റും കൂടി ഓർത്ത് വെച്ചാൽ മതി. സാമൂഹ്യ മൂല്യങ്ങൾ വികസിപ്പിച്ച് ജനാധിപത്യം ശക്തമാക്കുക. അതുപോലെ സൗജന്യ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം, പഠനത്തിൽ കഴിവുള്ളവർക്ക് തുടർ പഠനാവസരം, താല്പര്യവും കഴിവും ഉള്ള മേഖലകളിൽ പ്രത്യേക പരിശീലനം, അതുപോലെ സ്ത്രീകൾക്ക് തുല്യ അവസരം. അപ്പോൾ ഇതൊക്കെ നിർദ്ദേശങ്ങളായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നമുക്ക് ഈ കോത്താരി കമ്മീഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. കോത്താരി കമ്മീഷൻ മറ്റൊരു പേരെന്തായിരുന്നു? ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ. അതുപോലെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ മറ്റൊരു പേര് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു അത്? സർവകലാശാല കമ്മീഷൻ. മുതലിയാർ കമ്മീഷന്റെ മറ്റൊരു പേര് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ. ത്രിഭാഷ പദ്ധതി അല്ലേ, ഓർത്ത് വെക്കണേ. പിന്നെ ഇപ്പൊ പറഞ്ഞത് എന്താ? കോത്താരി കമ്മീഷൻ. മറ്റൊരു പേരെന്താ? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ളിടത്ത് വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ. ഓക്കെ. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. അങ്ങനെയല്ലേ നമ്മുടെ DS കോത്താരി പറഞ്ഞത്? പ്രധാനപ്പെട്ട ശുപാർശ 10 +2 +3 അല്ലെ എന്ന ക്രമത്തിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ. ഇതാണ് ഏറ്റവും ഇത്രയാണ് നന്നായി പഠിച്ചു വെക്കേണ്ടത്. അടുത്തത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഒന്നുകൂടി നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പ്രവൃത്തി പരിചയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അതൊരു നിർദ്ദേശമായിരുന്നു ഈ കമ്മിറ്റിയുടെ. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. പിന്നെന്താ? വിദ്യാർത്ഥികളിൽ മൂല്യബോധം, ശരിയായ മനോഭാവങ്ങൾ, അടിസ്ഥാന നൈപുണികൾ എന്നിവ വികസിപ്പിക്കുക. അടുത്തത് ശാസ്ത്ര സാങ്കേതിക പഠനത്തിലൂടെ ആധുനികവൽക്കരണം ഉറപ്പാക്കുക. പിന്നെന്താ? കുറച്ച് വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? സാമൂഹിക മൂല്യങ്ങൾ വികസിപ്പിച്ച് ജനാധിപത്യം ശക്തമാക്കുക, സൗജന്യ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം, പഠനത്തിൽ കഴിവുള്ളവർക്ക് തുടർ പഠനാവസരം, താല്പര്യവും കഴിവും ഉള്ള മേഖലകളിൽ പ്രത്യേക പരിശീലനം, സ്ത്രീകൾക്ക് തുല്യ അവസരം. ഇപ്പൊ എത്ര നേരം പറഞ്ഞത്? DS കോത്താരി കമ്മീഷനാണ്. നിയമിച്ച വർഷം ഓർമ്മയുണ്ടോ? 1964. റിപ്പോർട്ട് സമർപ്പിച്ചത് നെക്സ്റ്റ് ഇയർ അല്ല, പിന്നെയും അടുത്ത ഇയറും കൂടി ഒന്ന് കഴിഞ്ഞിട്ടാണ് അല്ലെ, 2 വർഷങ്ങൾക്ക് ശേഷം. 66-ലാണ് കേട്ടോ. ഇനി
ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിതിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയമൊക്കെ പറയാനുണ്ട്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ 3 വിദ്യാഭ്യാസ കമ്മീഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ, പിന്നെ പറഞ്ഞത് മുതലിയാർ കമ്മീഷൻ, മൂന്നാമതായി പറഞ്ഞത് കോത്താരി കമ്മീഷൻ. അപ്പോൾ ഇത് റിപ്പോർട്ട് സമർപ്പിച്ച ഇയറും കൂടി ഓർത്ത് വെക്കണം. ഇനിയുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കമ്മീഷനുകൾ ഇനിയും പറയാനുണ്ട്. അത് റിപ്പോർട്ട് സമർപ്പിച്ചത് അത്ര പ്രധാനപ്പെട്ടതല്ല, നിയമിച്ച വർഷം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇത്രയും പോയിന്റ്സ് ഒന്നും അതിൽ പറയാനില്ല. ഇത്രയും നേരം പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ, സ്വാതന്ത്ര്യത്തിന് ശേഷം വരുന്ന വിദ്യാഭ്യാസ കമ്മീഷനുകൾ. അപ്പോൾ നമുക്കിനി അടുത്ത വിദ്യാഭ്യാസ കമ്മീഷൻ നോക്കാം. അടുത്തതാണ് രാമമൂർത്തി കമ്മിറ്റി. 90 ആണ് നിയമിച്ചത്. 1990. ഏതാണ്? രാമമൂർത്തി കമ്മിറ്റി 1990 നിയമിച്ച വർഷം ഓർത്ത് വയ്ക്കുക. അതായത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനായി രൂപീകരിച്ച കമ്മിറ്റിയാണ്. അതായത് നമുക്ക് 3 ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ 3 പഠിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ ക്ലാസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ 3 ദേശീയ വിദ്യാഭ്യാസ നയമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് 1968 NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയും. 1968 ഒന്നാമത്തെ വിദ്യാഭ്യാസ നയം 1968 അനൗൺസ് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. അനൗൺസ് ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം 1986 അത് അനൗൺസ് ചെയ്തത് രാജീവ് ഗാന്ധി. നേരത്തെ 68 പറഞ്ഞുല്ലോ, അതൊന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ 1986 രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം. മൂന്നാമത്തെ വിദ്യാഭ്യാസ നയം അത് 2020 നരേന്ദ്രമോദിയാണ് അനൗൺസ് ചെയ്തത് ഈ വിദ്യാഭ്യാസ നയം. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ പറയണുള്ളൂ. ഇതിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമുക്ക് വേറെ ദിവസം പോകാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ 3 വിദ്യാഭ്യാസ നയമാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ വിദ്യാഭ്യാസ നയം 1968, രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം 68 തിരിച്ചിടുക അല്ലേ. അപ്പോൾ 1986, മൂന്നാമത്തെ 2020. പ്രധാനമന്ത്രിമാർ ആദ്യത്തെ എന്താ പറഞ്ഞ ഇന്ദിരാഗാന്ധി, രണ്ടാമത് പറഞ്ഞത് രാജീവ് ഗാന്ധി, മൂന്നാമത്തെ പറഞ്ഞത് നരേന്ദ്രമോദി. അവരൊക്കെയാണ് ഈ വിദ്യാഭ്യാസ നയം അനൗൺസ് ചെയ്തത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനി തിരികെ പോവാം. എവിടെ? രാമമൂർത്തി കമ്മിറ്റി അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. നിയമിച്ച വർഷം, റിപ്പോർട്ട് സമർപ്പിച്ചതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നിയമിച്ച വർഷം മാത്രം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നിയമിച്ച വർഷം ഓർത്ത് വെച്ചാൽ മതി. 1990. ഒരു പോയിന്റ് മാത്രമേ ഇതിൽ പഠിച്ചു വെക്കാനുള്ളൂ. 1986 ആ രണ്ടാമത് പറഞ്ഞ വിദ്യാഭ്യാസ നയം ഉണ്ടല്ലോ, ദേശീയ വിദ്യാഭ്യാസ നയം 1986 ആ നയം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ചത്. അത്രയും ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി. മറ്റൊരു പേരുണ്ട്, കേബ് എന്ന് പറയും. കേബ് കമ്മിറ്റി, CABE, കേബ് കമ്മിറ്റി, ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി. വർഷം ഓർത്ത് വെച്ചോളൂ, 1992 ആണ്. രാമമൂർത്തിയുടെ 90 പറഞ്ഞു. ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി നിയമിച്ച വർഷം 1992, 1992. 1992. ഇതിൽ ഒരു പോയിന്റ് മാത്രം പഠിച്ചു വെക്കുക. നേരത്തെ പറഞ്ഞ രാമമൂർത്തി കമ്മിറ്റി ഉണ്ടല്ലോ, അവർ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് മറ്റൊരു കമ്മിറ്റി ആയിട്ടുള്ള ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അല്ലെങ്കിൽ കേബ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി നിലവിൽ വന്നത്. പഠിക്കാനും അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രാവർത്തികമാക്കാനുമുള്ള നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കാനുമായുള്ള ലക്ഷ്യത്തോടെ
നിലവിൽ വന്ന വിദ്യാഭ്യാസ കമ്മിറ്റിയാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അല്ലെ. കേബ് റെഡ്ഡി എന്ന് ഓർത്ത് വെച്ചാൽ മതി. കേബ് റെഡ്ഡിയാണ്, അങ്ങനെ ഓർത്ത് വെക്കാം. ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി, മറ്റൊരു പേരെന്താണ്? കേബ് കമ്മിറ്റി, CABE. വർഷം 1992, നിയമിച്ച വർഷം. റിപ്പോർട്ട് സമർപ്പിച്ചത് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ആദ്യം പറഞ്ഞ 3 കമ്മീഷൻ്റെയാണ് പ്രധാനപ്പെട്ടത്. നിയമിച്ചതും റിപ്പോർട്ട് സമർപ്പിച്ചതും ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി, ഒരേ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. രാമമൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പഠിക്കാനും പ്രാവർത്തികമാക്കാനുമാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രാവർത്തികമാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഒന്നുകൂടി വീണ്ടും പുനഃപരിശോധിക്കാനുമായിട്ടാണ് ഈ കമ്മിറ്റി നിലവിൽ വന്നത്. അത്രയും ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് പറയാൻ പോകുന്നത് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. യശ്പാൽ കമ്മിറ്റി. വർഷം ജനാർദ്ദന കമ്മിറ്റിയുടെ അതേ വർഷം തന്നെയാണ് 1992, 1992 റിപ്പോർട്ട് സമർപ്പിച്ചത്. നെക്സ്റ്റ് ഇയർ അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇതിൽ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് നെക്സ്റ്റ് ഇയർ ആണ്, 93. എന്താണ്? ഏറ്റവും ആദ്യം ഞാനൊരു പോയിന്റ് പറയാം. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഭാരമില്ലാത്ത പഠനം. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, ഭാരമില്ലാത്ത പഠനം എന്നാണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് വിശേഷിപ്പിക്കപ്പെട്ടത്. ഭാരമില്ലാത്ത പഠനം. അത് പറഞ്ഞപ്പോഴാണ് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന് ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? അതാണ് വിദ്യാഭ്യാസവും ദേശീയ വികസനവും. മറക്കരുത്, കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന് ഒരു പേരുണ്ടായിരുന്നു, വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ഇവിടെ എന്താ പറഞ്ഞത്? യശ്പാൽ കമ്മിറ്റി അല്ലെ, റിപ്പോർട്ട് വിശേഷിപ്പിക്കപ്പെട്ടത് എന്താണ്? യശ്പാൽ, ഭാരമില്ലാത്ത പഠനം, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. ഏറ്റവും ആദ്യം ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് ഇതാണ്. ഇനി ഇതില് പഠനഭാരം കുറച്ചുകൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രൊഫസർ യശ്പാലിന്റെ നേതൃത്വത്തിലാണ് ഈ കമ്മിറ്റി നിലവിൽ വന്നത്. അപ്പോൾ ഭാരമില്ലാത്ത പഠനം എന്ന് പറയുമ്പോൾ ശുപാർശകൾ ഓർത്തു വെക്കാൻ എളുപ്പമാണ് കേട്ടോ. ശുപാർശകളൊക്കെ എല്ലാം ഭാരം കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശുപാർശകൾ വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട് അല്ലേ? എല്ലാം കൂടി ഓർത്തു വെക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പഠിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. നോക്കൂ, അപ്പോൾ ഭാരം ഇല്ലാത്ത പഠനം അല്ലേ യശ്പാൽ കമ്മിറ്റി. അപ്പോൾ ശുപാർശകൾ അതുപോലെ തന്നെയാണ് വരുന്നത്. ഭാരമേറിയ പുസ്തകങ്ങൾ, അതായത് ഭാരമേറിയ പുസ്തകങ്ങൾ പേറിപ്പോകുന്നത് ഇല്ലാതാക്കുക, അതായത് പുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കൽ, അങ്ങനെ ഓർത്ത് വെക്കുക. പിന്നെന്താ? അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:40, 1:40, അതിൽ നിന്നും 1:30 ആക്കണം, അപ്പോഴും ഭാരം കുറയും അല്ലേ? പിന്നെന്താ? പഠനത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം, അപ്പോഴും ഭാരം കുറവല്ലേ കുട്ടികൾക്ക് അല്ലേ? ഇനി പ്രൈമറി ക്ലാസ്സുകളിൽ ഗൃഹപാഠം നൽകേണ്ടതില്ല, ഹോംവർക്ക് കൊടുക്കേണ്ടതല്ല, അപ്പോൾ ഒന്നും കൂടി ഭാരം കുറഞ്ഞു അല്ലേ? അപ്പോൾ നോക്കിയേ, ഒന്നുകൂടി നോക്കൂ. ശുപാർശകൾ പറയാം. പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണത്? യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശേഷണം ഭാരമില്ലാത്ത പഠനം. ആ ഭാരമില്ലാത്ത പഠനം എന്നുള്ള ഒരൊറ്റ പോയിന്റിൽ നിന്ന് ശുപാർശകൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും അല്ലേ? എന്തൊക്കെയായിരുന്നു? ഒന്നുകൂടി പറയാം. ഭാരമേറിയ പുസ്തകങ്ങൾ പേറിപ്പോകുന്നത് ഇല്ലാതാക്കൽ, എന്ന് വെച്ചാൽ പുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കൽ. പിന്നെന്താ? അധ്യാപിക വിദ്യാർത്ഥി അനുപാതം 1:40 നിന്ന് എത്രയാക്കണം? 1:30. പിന്നെന്താ? പഠനത്തില് ഇലക്ട്രോണിക് മാധ്യമത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം, അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല അല്ലേ? അപ്പോൾ ഭാരം കുറയ്ക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ പ്രൈമറി ക്ലാസ്സുകളിൽ ഗൃഹപാഠം നൽകേണ്ടതില്ല, ഹോംവർക്ക് കൊടുക്കണ്ട, അപ്പോൾ ഭാരം കുറഞ്ഞില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് യശ്പാൽ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതില് ഒരു പോയിന്റും കൂടി BEdകാരൊന്ന് ഓർത്ത് വെച്ചോളൂ. എന്താണ്? BEd പ്രോഗ്രാം ആരംഭിക്കണമെന്നും കൂടി യശ്പാൽ കമ്മിറ്റി ശുപാർശ ചെയ്തു. അപ്പോൾ ഇവരാണ് BEd പ്രോഗ്രാം ആരംഭിക്കുക എന്ന ശുപാർശ അല്ലേ തയ്യാറാക്കിയത്. BEd പ്രോഗ്രാം
ബി.എഡ് പ്രോഗ്രാം ആരംഭിക്കുക എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? യശ്പാൽ കമ്മിറ്റി എന്നും കൂടി ഓർത്തു വെക്കുക. വർഷം ഓർക്കുന്നുണ്ടോ? ജനാർദ്ദന റെഡ്ഡിയുടെ അതേ വർഷം തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? 1992 തന്നെയാണ് യശ്പാൽ കമ്മിറ്റിയുടെ വർഷവും 1992. റിപ്പോർട്ട് സമർപ്പിച്ചത് ഇവിടെ ആവശ്യമുണ്ട്, അത് നെക്സ്റ്റ് ഇയർ തന്നെയാണ് 93. അപ്പോൾ അടുത്തത് നോക്കാനി. അടുത്തത് സുബ്രഹ്മണ്യൻ കമ്മിറ്റി വർഷം ഓർത്ത് വെച്ചോളൂ. 2015 നിയമിച്ചത് 2015 2015. ഒരൊറ്റ പോയിന്റ് ഓർത്ത് വയ്ക്കാനുള്ളൂ. 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്നും അത് ഉടനടി എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്നും നിർദ്ദേശിച്ച കമ്മിറ്റി. അത്രയും സുബ്രഹ്മണ്യൻ കമ്മിറ്റിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഒന്നുകൂടി പറയാം. 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്നും, ശരിയാണല്ലോ. അത് ഉടനടി നടപ്പിലാക്കണം. ഉടനടി എന്നുള്ള പോയിന്റ് ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. ഉടനടി നടപ്പിലാക്കണമെന്നും നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ഏത്? സുബ്രഹ്മണ്യൻ കമ്മിറ്റി. വർഷം നിയമിച്ച വർഷം 2015. നേരത്തെ ഒരു ബി.എഡിന്റെ കാര്യം പറഞ്ഞല്ലോ. യശ്പാൽ കമ്മിറ്റി ബി.എഡ് പ്രോഗ്രാം ആരംഭിക്കാൻ ശുപാർശ ചെയ്തു. അതുപോലെ ടെറ്റ് വേണമെന്ന് ശുപാർശ ചെയ്തതും ഈ സുബ്രഹ്മണ്യൻ കമ്മിറ്റിയാണ് കേട്ടോ. ടെറ്റ്, ടീച്ചേഴ്സ് എൻട്രൻസ് ടെസ്റ്റ് ടെറ്റ് വേണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി സുബ്രഹ്മണ്യൻ കമ്മിറ്റി. അപ്പം അടുത്തേക്ക് കിടക്കാനി. അടുത്തത് എൻ ഗോപാലസ്വാമി കമ്മിറ്റി. വർഷം നേരത്തെ പറഞ്ഞ അതേ വർഷം തന്നെയാണ്, 2015 തന്നെ. നിയമിച്ച വർഷം 2015. എൻ ഗോപാലസ്വാമി കമ്മിറ്റി നിയമിച്ച വർഷം 2015. വർഷം ഓർത്ത് വയ്ക്കാൻ അധികം നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല അല്ലേ? എൻ ഗോപാലസ്വാമി കമ്മിറ്റി വർഷം എത്രയാണ്? 2015. സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണിത് അല്ലേ? അതിന്റെ തലവൻ എൻ ഗോപാൽ. എല്ലാം പേരിൽ തന്നെയുണ്ട് കേട്ടോ. അധ്യക്ഷൻ എല്ലാം ആ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ എൻ ഗോപാലസ്വാമി കമ്മിറ്റി 2015 നിയമിച്ചു. ഒരേ ഒരു കാര്യം മാത്രം ഓർത്തു വെക്കുക, സംസ്കൃത ഭാഷയുടെ ഉന്നമനം. അത്രയും ഓർത്തു വെച്ചാൽ മതി. സംസ്കൃത ഭാഷയുടെ ഉന്നമനം. സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് എൻ ഗോപാലസ്വാമി കേട്ടോ. സംസ്കൃത ഭാഷയുടെ ഉന്നമനം എന്ന് മാത്രം ഓർത്തു വെക്കുക. എൻ ഗോപാലസ്വാമി കമ്മിറ്റി 2015. ഓക്കെ അല്ലേ? അടുത്ത കമ്മിറ്റി, 2 കമ്മിറ്റിയും കൂടി നമുക്കിനി പറയാനുള്ളൂ. അടുത്ത് നോക്കൂ. BS ബസ്വാൻ കമ്മിറ്റി ഉണ്ട്. BS ബസ്വാൻ, അതും സെയിം വർഷം തന്നെയാണ് 2015. BS ബസ്വാൻ, ചില ബുക്കിൽ ബസ്യാൻ എന്നൊക്കെ കാണും, അത് ബസ്വാൻ ആണ് ശരിക്കും. അപ്പോൾ BS ബസ്വാൻ 2015. അതിലും ഒരേ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മാത്രം മതി. സിവിൽ സർവീസ് പരീക്ഷാ പാറ്റേൺ പരിഷ്കരണമാണ് ഉദ്ദേശിച്ചത് ഈ കമ്മിറ്റി കൊണ്ട്. സിവിൽ സർവീസ് പരീക്ഷ പാറ്റേൺ ഉണ്ടല്ലോ, അത് പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്തു BS ബസ്വാൻ കമ്മിറ്റി 2015. ആ ഒരു പോയിന്റ് മാത്രം ഇതിൽ ഓർത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. എന്താണ്? BS ബസ്വാൻ കമ്മിറ്റി 2015. ഈ 2015 കമ്മിറ്റികൾ ഏതൊക്കെയാണ് പറഞ്ഞത്? സുബ്രഹ്മണ്യൻ കമ്മിറ്റി 2015 ആയിരുന്നു. അതുപോലെ എൻ ഗോപാലസ്വാമി കമ്മിറ്റി 2015 തന്നെയാണ് വർഷം വരുന്നത്. BS ബസ്വാൻ കമ്മിറ്റി 2015 തന്നെയാണ് വർഷം വരുന്നത്. അപ്പോൾ ഈ 3 കമ്മിറ്റികളും നിയമിച്ച വർഷം ഒന്ന് തന്നെയാണ്, 2015. ഇനി അടുത്തത് ലാസ്റ്റ് ഒരു കമ്മീഷൻ കൂടി പറയാനുണ്ട്. ഡോക്ടർ K കസ്തൂരിരംഗൻ കമ്മിറ്റി. ഡോക്ടർ K കസ്തൂരിരംഗൻ കമ്മിറ്റി 2017 ആണ് കേട്ടോ. 2017 നിയമിച്ചത്. അതായത് വിദ്യാഭ്യാസ നയം, 3ാമത്തെ വിദ്യാഭ്യാസ നയം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2020. ആ വിദ്യാഭ്യാസ നയം 2020 കരട് രേഖ തയ്യാറാക്കിയത് ഈ K കസ്തൂരിരംഗനാണ്. ഓക്കെ, 2020 കേട്ടോ. വിദ്യാഭ്യാസ നയം 2020ന്റെ കരട് രേഖ തയ്യാറാക്കിയത് ഏത് കമ്മിറ്റിയാണ്?
കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മിറ്റി. അതുപോലെ പാറ്റേൺ ഒന്ന് ഓർത്ത് വയ്ക്കുക, 5+3+3+4. അങ്ങനെ ഒരു വിദ്യാഭ്യാസ ക്രമം ഉണ്ടായിരുന്നു. 5+3+3+4 എന്നുള്ള പാറ്റേൺ. അതായത് അതൊരു 10+2 എന്ന ഘടനയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ രീതിക്ക് പകരം കൊണ്ടുവന്ന ഒരു പാറ്റേൺ. അതാണ് എന്ത്? 5+3+3+4. അത്രയേ ഉള്ളൂ. 5, 3, 3, 4. 5+3+3+4 എന്ന് മാത്രം ഓർത്ത് വെക്കുക. അപ്പോൾ വിദ്യാഭ്യാസ നയം 2020 കരട് രേഖ തയ്യാറാക്കിയത് കെ കസ്തൂരി രംഗൻ. ഇത്രയാണ് എന്ത്? സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ. പിന്നെ ഇതിൽ പറയാൻ ഞാൻ ആ 3 വിദ്യാഭ്യാസ നയം ഒന്നുകൂടി പറയാണ്. ഒന്നാമത്തെ വിദ്യാഭ്യാസ നയം വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1968. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടല്ലോ, ദേശീയ വിദ്യാഭ്യാസ നയം, അതാണ് പറയണത് കേട്ടോ. 1968 അനൗൺസ് ചെയ്തത് ഇന്ദിരാഗാന്ധി. രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം 68 മറിച്ചിടുക അല്ലേ, അപ്പോൾ 86, അപ്പോൾ 1986 1986 അനൗൺസ് ചെയ്തത് രാജീവ് ഗാന്ധി. മൂന്നാമത്തെ വിദ്യാഭ്യാസ നയം 2020 അനൗൺസ് ചെയ്തത് നരേന്ദ്രമോദി. അപ്പോൾ നമ്മൾ 10 വിദ്യാഭ്യാസ കമ്മിറ്റികളാണ് പറഞ്ഞത്, സ്വാതന്ത്ര്യത്തിന് ശേഷം വരുന്നത്. ആ 10 എണ്ണം ഒന്നുകൂടി ഓർഡറിൽ പറയാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ രാധാകൃഷ്ണൻ കമ്മീഷൻ. വർഷം ഓർക്കുന്നുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തിന് ശേഷമുള്ള വർഷം അല്ലേ, 1948. റിപ്പോർട്ട് നെക്സ്റ്റ് ഇയർ അല്ലേ, എന്തായിരുന്നു? 49. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാത്രം ഒന്ന് പറയാം ജസ്റ്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ, ഇന്ത്യയിലെ എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഹണ്ടർ കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലേ, സർവകലാശാല കമ്മീഷൻ, ഓർക്കുന്നില്ലേ? അടുത്തത് ആ ഒരു കോഴ്സും കൂടി ഓർത്ത് വെച്ചോളൂ. തന്നെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെടാനാവൂ. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ വാക്കുകളാണത്. പിന്നെ ഞാൻ പറഞ്ഞ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, നിയമിച്ച വർഷം 1952. 1952 റിപ്പോർട്ട് സമർപ്പിച്ചത് 53 കേട്ടോ. വേറൊരു പേരുണ്ടല്ലോ, സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ത്രിഭാഷ പദ്ധതി, ഇംഗ്ലീഷ്, ഹിന്ദി, മാതൃഭാഷ കേട്ടോ. ത്രിഭാഷ പദ്ധതി. പിന്നെ ബോധന രീതി ഉണ്ടായിരുന്നു, പ്രൊജക്ട് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി, അതും കൂടി ഇതിൽ ഓർത്ത് വെക്കുക. പിന്നെ പറഞ്ഞ കമ്മീഷൻ എല്ലാ പോയിന്റ്സും പറയണില്ല, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലാസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇനി കോത്താരി കമ്മീഷൻ നിയമിച്ച വർഷം 1964. റിപ്പോർട്ട് സമർപ്പിച്ചത് 2 വർഷങ്ങൾക്ക് ശേഷം അല്ലേ, 1966. വേറൊരു പേരുണ്ടല്ലോ, എന്താണത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നുള്ളിടത്ത് വിദ്യാഭ്യാസം എന്ന് വെച്ചാലും മതി, ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലേ. പ്രധാനമായിട്ട് ഒരു സെന്റൻസ് ഉണ്ടല്ലോ DS കോത്താരിയുടെ, അത് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. പറഞ്ഞതാരാണ്? DS കോത്താരി. 10+2+3 വിദ്യാഭ്യാസ മാതൃക ഓർത്ത് വെച്ചാൽ മതി. 10+2+3 വിദ്യാഭ്യാസ മാതൃക. റിപ്പോർട്ടിന്റെ പേരും കൂടി ഓർത്ത് വെക്കുക, വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ബാക്കി പോയിന്റ്സിലോട്ട് കിടക്കണില്ല, നിങ്ങൾ വീണ്ടും വീഡിയോ കേട്ടാൽ മതി, അടുത്തത് ഓഡിയോ കേട്ടാൽ മതി. നെക്സ്റ്റ് പിന്നെ രാമമൂർത്തി. അപ്പോൾ ഈ 3 എണ്ണമാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് ഓർഡറിൽ പറയൂ പേരുകൾ: രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഇനി അടുത്തത് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് എന്തായാലും ഇല്ല, എന്നാൽ പോലും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് രാമമൂർത്തി കമ്മിറ്റി ആയിരുന്നു, വർഷം 1990. NEP 1986 പുനഃപരിശോധന, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി, റെഡി അല്ലേ, ക്യാബ് റെഡി എന്ന് ഓർത്ത് വെക്കുക. ക്യാബ് കമ്മിറ്റി മറ്റൊരു പേര്. വർഷം 92 ആണ് കേട്ടോ, 1992. ഈ രാമമൂർത്തിനെ ആലോചിച്ചാൽ മതി, ആളുടെ നിർദ്ദേശങ്ങൾ ഒന്നും കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അങ്ങനെ ഓർത്ത് വെക്കുക.
അടുത്തത് യശ്പാൽ കമ്മിറ്റി വർഷം ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റിയുടെ അതേ വർഷം തന്നെ 1992 നിയമിച്ചു. റിപ്പോർട്ടും കൂടി ഓർത്തു വയ്ക്കുക, സമർപ്പിച്ചത് 93. കാരണം റിപ്പോർട്ടിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ, ആ റിപ്പോർട്ടിന് ഒരു വിശേഷണം ഉണ്ടല്ലോ, യശ്പാൽ അല്ലെ, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ അല്ലെ, ഭാരമില്ലാത്ത പഠനം. ശുപാർശകളും അങ്ങനെ തന്നെ അല്ലേ, ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെന്താ സുബ്രഹ്മണ്യം കമ്മിറ്റി, അതെന്തായിരുന്നു, ഉടനടി അല്ലേ 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്നും അത് ഉടനടി നടപ്പിലാക്കണമെന്നും നിർദ്ദേശിച്ച കമ്മിറ്റി സുബ്രഹ്മണ്യം കമ്മിറ്റി. വർഷം ഓർത്തു വയ്ക്കുക 2015. 2015 വേറെ 2 കമ്മിറ്റിയും കൂടി ഉണ്ടല്ലോ, അതെന്തായിരുന്നു, സുബ്രഹ്മണ്യം കമ്മിറ്റിയിൽ ടെറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, ടെറ്റ് ടീച്ചേഴ്സ് എൻട്രൻസ് ടെസ്റ്റ്. പിന്നെ 2015 2 കമ്മിറ്റികളൂടി പറയാണ്ട്, ഒന്ന് എൻ ഗോപാലസ്വാമി കമ്മിറ്റി, അടുത്തത് BS ബസ്വാൻ കമ്മിറ്റി. ഗോപാലസ്വാമി കമ്മിറ്റി അല്ലേ സംസ്കൃത ഭാഷയുടെ ഉന്നമനം എന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. എൻ ഗോപാലസ്വാമി കമ്മിറ്റി സംസ്കൃത ഭാഷയുടെ ഉന്നമനം. പിന്നെ 2015 വേറൊരു കമ്മിറ്റിയുണ്ട്, BS ബസ്വാൻ സിവിൽ സർവീസ് പരീക്ഷ പാറ്റേൺ പരിഷ്കരണം, അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. BS ബസ്വാൻ കമ്മിറ്റി സിവിൽ സർവീസ് പരീക്ഷാ പാറ്റേൺ പരിഷ്കരണം 2015 തന്നെ. പിന്നെ ലാസ്റ്റ് പറഞ്ഞതാണ് ഏത്, ഡോക്ടർ കെ കസ്തൂരി രംഗൻ കമ്മിറ്റി വർഷം 2017. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കരട് രേഖ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കരട് രേഖ തയ്യാറാക്കിയ കമ്മിറ്റി. പാറ്റേൺ ഓർത്ത് വെച്ചോളൂ, 5+3+3+4 എന്ന വിദ്യാഭ്യാസ മാതൃക. 5+3+3+4 തെറ്റരുത് കേട്ടോ. ഓക്കെ, ഇനി ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പറയാം, നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആൻസർ അറിയോ? ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ്. നവംബർ 11 കേട്ടോ ദേശീയ വിദ്യാഭ്യാസ ദിനം, നവംബർ 11. ആരുടെ ജന്മദിന? മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അല്ലേ, ആരുടെയാ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സെപ്റ്റംബർ 5 ഓർത്ത് വെക്കുക. നേരത്തെ പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്, നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ പറഞ്ഞത് ദേശീയ അധ്യാപക ദിനം, നേരത്തെ വിദ്യാഭ്യാസം, ഇപ്പോ അധ്യാപക ദിനം എന്നാണ് പറയുന്നത്. ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സെപ്റ്റംബർ 5. ഇനി ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ. ഇന്ത്യയുടെ ആദ്യ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ ലോക്താക് തടാകം അല്ലേ, തടാകത്തിലായിരിക്കാൻ വഴിയുള്ളൂ അല്ലേ ഒഴുകുന്ന എന്ന് പറയുമ്പോൾ. അപ്പോൾ ലോക്താക് തടാകം മണിപ്പൂരിലാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ ലോക്താക് തടാകം, മണിപ്പൂർ. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെ പറ്റി പറഞ്ഞല്ലോ, അതിലെ 3ാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയം 2020. അത് ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്നറിയുമോ? കർണാടക ആണ് കേട്ടോ, കർണാടക. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം കർണാടക. 2ാമത് മധ്യപ്രദേശാണെന്നും കൂടി ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത്, വിദ്യാഭ്യാസ നയം 2020 ദേശീയ തലത്തിൽ രൂപീകരിച്ച സ്കൂൾ ടീച്ചർ ഗുണനിലവാര സൂചികയുണ്ട്. ആ സൂചികയുടെ പേര്, അതായത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഉണ്ടല്ലോ, അത് ദേശീയ തലത്തിൽ രൂപീകരിച്ച ഒരു സൂചികയുണ്ട്, സ്കൂൾ ടീച്ചർ ഗുണനിലവാര സൂചിക. അതാണ് എന്ത്? NPST. N നാഷണൽ, P പ്രൊഫഷണൽ, S സ്റ്റാൻഡേർഡ്, ഫോർ ടീച്ചേഴ്സ്. ടി എന്ന് പറയുന്നത് ഫോർ ടീച്ചേഴ്സും കൂടി ഓർത്ത് വെക്കുക. നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ആവാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം
ഉറപ്പുവരുത്തുന്ന ഭരണഘടന അനുച്ഛേദം. എല്ലാവർക്കും അറിയാം അല്ലേ? 21A. 21A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഭരണഘടന അനുച്ഛേദം. ഏതാണത്? ആർട്ടിക്കിൾ 21A. അപ്പോൾ ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.